സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ കമ്മോഡിറ്റി ട്രേഡിങ്ങും ഓപ്ഷൻ ട്രേഡും എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നാണ്. വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ടൈറ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാം. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഏഞ്ചൽ വണ്ണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ വെബ് പേജിലേക്ക് പോകും. ഇവിടെ പോയിട്ട് നമുക്കിതാ ഇതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാറുമായിട്ടും പാൻ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന് തൊട്ട് താഴെ നമുക്കൊരു OTP വരും. ആ OTP നമ്മളിതാ ഇവിടെ തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ OTP എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഇതിന് തൊട്ട് താഴെ നമുക്കൊരു കോഡ്, റെഫറൽ കോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ NNN 4NU എന്ന് പറഞ്ഞൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നിങ്ങൾക്ക് അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കോഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല എങ്കിൽ റെഫറൽ കോഡ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ നിങ്ങൾ ഈ കോഡൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതുപോലൊരു ഒരു വിൻഡോ വരും. ഇവിടെ എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ നമ്മുടെ പേര്, ഫുൾ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പാൻ കാർഡിലുള്ള അതേ പേരായിരിക്കണം നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ പാൻ കാർഡിലുള്ള പേര് നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇതുപോലൊരു വരും. ഇവിടെ നമ്മുടെ ഇമെയിൽ ID ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് മെയിലൊക്കെ വരുന്ന ഒരു ഇമെയിൽ ID ഇവിടെ ഗൂഗിൾ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ താഴെയുള്ള ഇമെയിൽ ID എന്നുള്ളിടത്ത് നമ്മുടെ ഉപയോഗിക്കുന്ന ഇമെയിൽ ID അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് വരും. ഇവിടെയാണ് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ആ കാർഡ് എടുത്ത് വെച്ചതിന് ശേഷം അതിൽ കാണുന്ന നമ്മുടെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റിയ ഒരു നമ്പർ, ആ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിജി ലോക്കർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജി ലോക്കറിൽ നിന്നും നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവർ എടുത്തോളും. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ കാണിക്കും ഡിജിറ്റൽ KYC. ഈ ഡിജി ലോക്കർ വഴി നമുക്ക് ഡിജിറ്റൽ KYC ചെയ്യാൻ നമുക്കിവിടെ താഴെ കാണുന്ന അതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ താഴെയുള്ള ബ്ലൂ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമുക്ക് സൈൻ അപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഡിജി ലോക്കർ നമ്മളിവിടെ സൈൻ അപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിജി ലോക്കർ നമ്മളെപ്പോഴും ആധാർ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എടുത്ത് വൺ ടൈം പാസ്വേഡ് എടുത്ത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ സബ്മിറ്റ് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് OTP വന്നിട്ടില്ല, താഴെയുള്ള OTP എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഫർഗറ്റ് OTP കൊടുത്ത് നമുക്ക് OTP എടുക്കാൻ പറ്റുന്നതാണ്. ഡോണ്ട് ഗെറ്റ് ദ OTP കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. ഞാൻ ആ OTP എടുത്ത് എൻ്റർ യുവർ 6 ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 അക്ക പിൻ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിജി ലോക്കർ പിൻ നമ്പർ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫർഗട്ട് MPIN എന്ന് പറഞ്ഞ് ഇവിടെ താഴെ കാണുന്ന ആ ബട്ടൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പിൻ നമ്പർ, ഡിജി ലോക്കറിൻ്റെ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ട് റിക്കവർ ചെയ്തതിന് ശേഷം ആ 6 ഡിജി ലോക്കർ ലോഗിൻ ചെയ്യുന്ന പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് വരും. അപ്പോൾ നമ്മൾ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമുക്ക് ആധാർ, പാൻ കാർഡ് എന്നുള്ളത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അലോ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഡിജി ലോക്കറിൽ നിന്നും വെരിഫൈഡ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരമാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ എടുക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ആധാർ വിവരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ
ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏഞ്ചൽ ലോണിൻ്റെ ആപ്പിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് നമുക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് ഒരു അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പ്ലീസ് ലുക്ക് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ KYC ആണ്. നമ്മൾ നേരിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് സമർപ്പിക്കുന്നത് പോലെ വീഡിയോ ആയിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ നമ്മുടെ ഫോണിൽ ഓൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ അതിൽ ക്യാമറ നമ്മളെ മുഖം തല മാത്രം ഫേസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കാണിച്ച് നമ്മളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കണം. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ് താഴെയുള്ളൊരു ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ ഫോട്ടോ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ അവിടെ റീടേക്ക് എടുക്കുന്നതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫോട്ടോ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYC ഒക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഡിജി ലോക്കർ വഴി നമ്മൾ ആധാർ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മുടെ വിരൽ കൊണ്ട് നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ഒപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി ഒപ്പ്. അതിനുശേഷം താഴെ കാണുന്ന 2 ടിക്ക് മാർക്കും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു വരും. നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നുള്ളവർക്ക് കമ്മോഡിറ്റി ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മുൻപൊക്കെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് താഴെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റർ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം. അത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴെ ബാങ്ക് അക്കൗണ്ട് SBI ആണെങ്കിൽ SBI നിങ്ങൾ ഏത് ബാങ്കാണോ നേരത്തെ ആഡ് ചെയ്ത് അതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവർ അവിടെ നിന്നും നേരിട്ട് എടുത്തോളും. അതിനുവേണ്ടി നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ OTP ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കൺസെൻറ്റ് കൊടുക്കുന്നതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന ഏഞ്ചൽ ലോണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ OTP വരുന്നത്. വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് അവിടെ OTP വന്നിട്ടുണ്ട്. ആ OTP ഞാനവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ആനുവൽ ഇൻകം ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മുടെ വാർഷിക വരുമാനമാണ്. നമുക്ക് എത്രയാണോ ഉള്ളത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് എംപ്ലോയി ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ പ്രൈവറ്റ് ആണോ ആ ഒരു കാര്യം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന നമ്മൾ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, നമ്മൾ സ്റ്റുഡൻസ് എന്താണെങ്കിലും നമുക്ക് പ്രൈവറ്റ് കൊടുക്കാം. അതിനുശേഷം 2 ടിക്ക് മാർക്കും കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഫാദറിൻ്റെ നെയിം, അതുപോലെ തന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണോ അങ്ങനെയുള്ള മെറിറ്റൽ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 30 ദിവസങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 30 ദിവസത്തിലൊരിക്കൽ വേണോ 80 ദിവസത്തിലൊരിക്കൽ വേണോ, ഇനി നമുക്ക് ഓരോ ബില്ലും ജനറേറ്റ് ആകുമ്പോൾ അപ്പോഴും വേണോ എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളൊരു 90 ദിവസത്തെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് എല്ലാ മാസവും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് 30 ദിവസത്തേത് അല്ലെങ്കിൽ 90 ദിവസത്തൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ നോമിനി ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്. അപ്പോൾ നമ്മൾ ആഡ് നോമിനി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ നോമിനി ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡു യു ലേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആഡ് ചെയ്താൽ മതി. എന്തായിരുന്നാലും നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ നോമിനി ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം തന്നെ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പ്രിവ്യൂ നമുക്കിവിടെ കാണിക്കും. അതായത് നമ്മൾ കൊടുത്ത ആധാറിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫോട്ടോ എടുത്ത ഫോട്ടോ, പിന്നെ നമ്മുടെ ഒപ്പിട്ടത്, ഇതെല്ലാം കാണിക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മളവിടെ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സിഗ്നേച്ചർ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാനാണ്. ആധാർ ഡീറ്റെയിൽസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി.
ഇനി നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്യുക. അതായത് 3 വർക്കിംഗ് ഡേയിലുള്ളിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു മെയിൽ വരും. അതിൽ തന്നെ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ലഭിക്കുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അത് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.